അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസിക് 350 അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ പല വെഹിക്കിളിലും വരുന്ന ഒരു ഇഷ്യൂസാണ് വൺ വേ ക്ലച്ച്, അതായത് സെൽഫ് കൃത്യമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഇഷ്യൂ. ഇതിൻ്റെ റേറ്റ് വരുന്ന ഓൺലൈനിൽ 350 രൂപയാണ്. ഞാൻ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നത് എനിക്ക് 700 രൂപയാണ്. ഒറിജിനൽ ആകുമ്പോൾ 2000-ൻ്റെ ഇടയ്ക്കൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റുന്ന ഒരു രീതിയാണ്. ആദ്യമായിട്ട് നമ്മളെ പൂട്ട് റെസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഗിയറിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്, അതും നമ്മൾ സ്പാനർ വെച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ നമ്മുടെ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നത് അതും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അഴിക്കുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് നോക്കുക എവിടെയാണ് ഉണ്ടായത് കാര്യങ്ങളൊക്കെ, ആ പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റീഫിക്സ് ചെയ്യുന്ന സമയത്ത് സെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യുക. അടുത്തായിട്ട് നമ്മളിവിടെ 8-ൻ്റെ സ്പാനേഴ്സ്, ബോക്സ് സ്പാനേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എല്ലാ സ്ക്രൂസും വരുന്നതെല്ലാം നമ്മൾ പതിയെ പതിയെ റിമൂവ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ആ കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇത് അഴിക്കുന്നതിന് മുമ്പേ, കവർ അഴിക്കുന്നതിന് മുമ്പേ നമ്മളൊരു ചെറിയൊരു ട്രേ താഴെ വെച്ച് കൊടുക്കുക. ഓയിലൊക്കെ ലീക്കേജ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാർഡായിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഇളകിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പതിയെ പതിയെ വലിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കുക. ഇതാണ് അതിൻ്റെ കവർ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ക്ലച്ചിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സിസ്റ്റം വരുന്നത്. പടിയിൽ ഒരു നട്ട് വരുന്നുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യുക. അവിടെ സ്പ്രിങ് സിസ്റ്റമാണ് വരുന്നത്. അതിനുശേഷം ഇവിടെ 10-ൻ്റെ സ്പാനേഴ്സ് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ലിവർ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക. ഇതാണ് ആ സിസ്റ്റം വരുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ആ ഒരു മെക്കാനിസമാണ് കാണിക്കുന്നത്. ഇവിടെയാണ് ആ സ്പ്രിങ് നമ്മൾ അടിയിൽ നിന്നും മുകളിലോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ആ ചെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നമ്മളതിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ലൂസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മുകളിലോട്ട് ഇടുമ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവുന്നതാണ്. അപ്പം ഊരിയ അതേ പൊസിഷനിൽ നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇവിടെയാണ് ആ സിസ്റ്റം വരുന്നത്. അടുത്തായിട്ട് നമുക്കിവിടെ ഊരുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇവിടെ നമ്മളൊരു ബാറോ അല്ലെങ്കിൽ പൊട്ടിപ്പോകാത്ത മെറ്റലിൻ്റെ പീസോ സ്ക്രാച്ച് വരാത്ത രീതിയിൽ തുണിയോ അല്ലെങ്കിൽ കാർഡ്ബോർഡൊക്കെ നമ്മൾ മടക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ബോക്സ് സ്പാനേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ടൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഫുൾ വീല് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പീസ് വെച്ചിരിക്കുന്നത് ടയറിൻ്റെ ഗ്യാപ്പിൽ. അതിനുശേഷം ഇവിടെ വരുന്ന ആ ഒരു ബെയറിങ് നമ്മൾ റിമൂവ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു നട്ടും നമ്മൾ റിമൂവ് ചെയ്യുക. ഇവിടെ 24-ൻ്റെ സ്പാനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പതിയെ പതിയെ ചെയ്താൽ മതി. ഇത് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ സ്പാനേഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ പതിയെ ആ വലിയൊരു പോർഷൻ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് വരിക. അപ്പോൾ ആ ചെറിയ നമ്മുടെ വൺ വേ ക്ലച്ചിൻ്റെ ഫുൾ സെറ്റിങ് ഇതുപോലെ അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ മൊത്തമായിട്ട് രണ്ട് സൈഡിലോട്ടും തിരിയുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 4000 സംതിങ് റേറ്റ് വരുന്നുണ്ട്. റേറ്റ് ഓക്കെ ആണെങ്കിൽ ഇത് ഫുൾ സെറ്റ് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് വൺ വേ ക്ലച്ചിൻ്റെ ആ ഒരു സ്പ്രിങ് സിസ്റ്റം വരുന്നത്, ബെയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ പുറത്ത് വരുന്ന ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിൻ്റെ എന്താ പറയുക, ആ ടൈറ്റ്നെസ് പോകുന്നതാണ് എൻ്റെ മെയിൻ കംപ്ലൈൻറ്റ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു രീതിയിൽ നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പ്രിങ് നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ചില വണ്ടികളിൽ ഇത് ചിലപ്പം പൊടിഞ്ഞു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ ആ ബെയറിങ് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കംപ്ലൈൻറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓൺലൈനിൽ 350, അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ വാങ്ങിക്കുന്ന സമയത്ത് 2000-ന് മുകളിൽ റേറ്റ് വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പല ബ്രാൻഡിൻ്റെ ഇത് അവൈലബിൾ ആണ്. ഞാൻ 750 രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. നന്നായിട്ട് അത് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്ലിപ്പായി പോവും. അതുപോലെ തന്നെ ആ മോട്ടറിൻ്റെ പവർ കൃത്യമായിട്ട് എൻജിനിലോട്ട് പോവില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക. ഇതിൻ്റെ ആ ബെയറിങ്ങിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഉള്ളിലും നന്നായിട്ട് സ്ക്രാച്ചും കാര്യങ്ങളുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും മാറ്റുക. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ബെയറിങ്, ആ ഉള്ളിലുള്ള ആ ഒരു 1 വേ ക്ലച്ചിൻ്റെ ആ സിസ്റ്റം മാത്രമാണ് ഞാൻ ഇതിൽ മാറ്റുന്നത്. ഇത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രാവിലെ ബാറ്ററി കുറഞ്ഞ സമയത്തൊക്കെ സെൽഫ് അടിക്കുക എന്നീ കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇത് ഇടുന്ന രീതി കൃത്യമായിട്ട് അതുപോലെ തന്നെ ഇടുക. ആ ഉള്ളിൽ ചെറിയ വശം ഉള്ളിലോട്ട് വെക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് കയറി സെറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിൽ സെറ്റായി കഴിഞ്ഞാൽ അത് നോക്കാം, അതിൻ്റെ പ്ലേ നോക്കാം. ഇത് 1 സൈഡ് മാത്രമാണ് തിരിയുക, ഇടത്തോട്ട് മാത്രം അത് തിരിയും, വലത്തോട്ട് തിരിയില്ല. സെൽഫ് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വർക്കാവും. ഇത് അതിൻ്റെ ഒരു വാഷർ വരുന്നുണ്ട്. ആ ഒരു വാഷർ ഈ കാണിച്ച രീതിയിൽ തന്നെ ആ കുഴിഞ്ഞ ഭാഗം ഉള്ളോട്ട് എന്നുള്ള രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യുക. ഇതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് അതിൻ്റെ ടീത്ത് പല്ലുകളും കാര്യങ്ങളൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുക. അതുപോലെ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ, പ്ലേയും കാര്യങ്ങളൊക്കെ കുറവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക. ഇതിലെല്ലാം ഓക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റീഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൃത്യമായിട്ട് ഇടുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഥവാ ഇത് ചിലപ്പോൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിയറിൻ്റെ ലിവർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം, ന്യൂട്രലൊക്കെ ആക്കാം. അപ്പോൾ ആദ്യത്തെ നട്ട് നമ്മൾ ടൈറ്റ് ചെയ്തു. രണ്ടാമത്തെ നട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഷർ വരുന്നുണ്ട്. ആ വാഷർ അഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇടുക. അപ്പോൾ ഞാൻ അയക്കുന്ന സമയത്ത് വാഷർ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന ഒരു കവറിൽ ഒരു ബോൾ ബെയറിങ് വരുന്നുണ്ട്. അതും കൂടി കൃത്യമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് വേറെ മെക്കാനിസം ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ തള്ളി വെച്ചാൽ മതി, അതവിടെ സെറ്റായിരുന്നോളും. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മളെ കവറിൻ്റെ ഉള്ളിലും നന്നായിട്ട് പെട്രോളൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ആ ചെയിൻ സിസ്റ്റത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഇടുക. അതുപോലെ തന്നെ നട്ട് ടൈറ്റ് ചെയ്യുക. ഓവറായിട്ട് ഇതൊന്നും ടൈറ്റ് ചെയ്യണ്ട. മെയിനായിട്ട് വരുന്നത് ആ മുകളിൽ വരുന്ന ആ 2 നട്ടുകളാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പ്രിങ് ഇടുക, അതിൻ്റെ അടിയിൽ വരുന്ന നട്ട് ടൈറ്റ് ചെയ്യുക. അതിൻ്റെ പ്ലേ നോക്കുക, ചെയിൻ്റെ പ്ലേ നോക്കുക. നന്നായിട്ട് ലൂസാണെങ്കിൽ അതൊന്ന് ചെറുങ്ങനെ പൊക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സിലിക്കോണിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പാക്കിംഗ് കിറ്റ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിലാണെന്നുണ്ടെങ്കിൽ സിലിക്കോണിൻ്റെ പേസ്റ്റ് പല ടൈപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പേസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു ഏരിയ പോലും ഗ്യാപ്പില്ലാത്ത രീതിയിൽ പതിയെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സിസ്റ്റത്തിൽ ഇവിടെ നമ്മളെ ക്ലച്ച് കേബിൾ വരുന്ന സിസ്റ്റമാണ്. അത് ഇതുപോലെ ഉള്ളിലോട്ട് ഒന്ന് ബെൻഡാക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കവർ ഇടുക. നമ്മളെ ബാക്കി വരുന്ന സ്ക്രൂസൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട, 1 by 1 എന്നുള്ള രീതിയിൽ റൊട്ടേഷനായിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഗിയറിൻ്റെ ലിവർ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഫൂട്ട് റെസ്റ്റ് ടൈറ്റ് ചെയ്യുക. ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ